യെസ്, ഞാൻ തിരികെ എത്താം. ശ്രീ ബഷീർ വളിക്കുന്നുകൂടി. ബഷീർ വളിക്കുന്നു, താങ്കൾ ഇരിക്കുന്ന ആ രാജ്യത്ത്, ആ ഗൾഫ് രാജ്യങ്ങളിൽ ഈ തരത്തിലുള്ള തമാശകൾ പറഞ്ഞാൽ, ഈ ഒബ്സീൻ തമാശകൾ പറഞ്ഞാൽ വെളിച്ചം കാണാതെ അകത്ത് കിടക്കുമെന്നറിയുന്ന മലയാളി പോലും സമൂഹ മാധ്യമങ്ങളിൽ അഭിമാനത്തോടുകൂടി ഇത്തരം തമാശകൾ പറയുന്നു. ഇത് തുടരുകയാണ് എന്നുള്ളത് ഈ മിനിറ്റിൽ പോലും പറയേണ്ടതായി വരുന്നു. ആദ്യം മാധ്യമ പ്രവർത്തകർ സ്വയം നന്നാകൂ, എന്നിട്ട് ബോബി ചെമ്മണ്ണൂരിനെ നന്നാക്കാൻ ഇറങ്ങൂ എന്നുള്ള കമന്റുകൾ ഈ ചർച്ചയുടെ പോസ്റ്ററിന് താഴെ വന്നുകൊണ്ടേയിരിക്കുന്ന സമയമാണ്. ഇതൊരു സമൂഹം ഇതിലൊന്നും വലിയ വിഷയമില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ക്രെഡിറ്റ് ആണ്, ഇതൊക്കെ തമാശയ്ക്കുള്ള കാര്യമാണ്, ഇതൊക്കെ പറഞ്ഞ ആൾക്കാർ ചിരിക്കും, കൈയടിക്കും, ഹിറ്റാകും എന്നൊക്കെ കരുതുന്ന ഒരു സമൂഹം മാറിയിട്ടേ ഇല്ല. അതിന് ഒരു ബോച്ച അകത്തു പോയാലും ആൾക്കാർക്ക് അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണോ? എങ്ങനെയാണ് ഈ പലതരം ക്രൈമുകളെല്ലാം അവസാനം ഒറ്റ ക്രൈം തന്നെയാണ് എന്ന് എങ്ങനെ ആൾക്കാർക്ക് പിടികിട്ടും? അങ്ങനെ ഒരു തിരുത്തൽ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തിരുത്തൽ, ഇതുപോലുള്ള ശക്തമായ നടപടികൾ, ഇങ്ങനെയുള്ള ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, ഇന്നിപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നൊരു ചാനലിൽ വന്ന വളരെ മോശം രൂപത്തിലുള്ള ഒരു പരിപാടി, ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ എതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടായാൽ ചലനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ ബോച്ചയുടെ വിഷയത്തിൽ തന്നെ, ഇപ്പൊ ഈ ഹണി റോസിന്റെ വിഷയത്തിൽ തന്നെ അവരൊരു പരാതി കൊടുത്ത ദിവസം മുതൽ ഈ അവരുടെ ഫേസ്ബുക്ക് പേജിലും അവരുടെ ഇൻസ്റ്റയിലും ഒക്കെയുള്ള ഇത്തരം അശ്ലീല കമന്റുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ആയിരക്കണക്കിന് ആളുകൾ അവർക്കെതിരെ തെരുവിളിക്കുകയും അശ്ലീലം എഴുതുകയും ചെയ്തിരുന്നത് ഒരു കേസ് വന്നു എന്ന് കേട്ടപ്പോഴൊക്കെ അവരൊക്കെ മര്യാദാരാമന്മാരായി മാറുന്നത് നമ്മൾ കണ്ടു. അപ്പൊ നടപടികൾ ഉണ്ടായാൽ, പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോ ട്രെൻഡ് മാറി. ബഷീർ വളിക്കുന്നത് 2 ദിവസം കഴിഞ്ഞപ്പോ ട്രെൻഡ് മാറി. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞല്ലോ, 2 ദിവസം കഴിഞ്ഞപ്പോ മാറി, വീണ്ടും തുടങ്ങി അത്തരം കമന്റുകളൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നത് പോലീസ് ഈ വിഷയത്തിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന പക്ഷം, ഏതെങ്കിലും ഒരാളുടെ പേരിൽ കേസെടുത്തുകൊണ്ട് നിർത്താതെ ഇത്തരം അശ്ലീല ദ്വയാർത്ഥ പ്രയോഗങ്ങളും വ്യക്തി അധിക്ഷേപങ്ങളും ഒക്കെ തുടരുന്ന ആളുകൾക്കെതിരെ പോലീസ് നിയമപരമായി മുന്നോട്ട് നീങ്ങുമെന്ന ഒരു സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് നിൽക്കും. പക്ഷെ ഇവിടെ ഉണ്ടാകുന്നത് ഒരു വാർത്തക്ക് വേണ്ടി, ഇപ്പൊ ഹണി റോസിന്റെ വിഷയത്തിൽ തന്നെ അവരൊരു പരാതി കൊടുത്ത ഒരു വാർത്തക്ക് വേണ്ടി 1-2 ആളുകളുടെ അറസ്റ്റ് ചെയ്ത് നിർത്തി. പിന്നീട് ആളുകൾ ഇതുപോലെ കമന്റുകൾ അടിക്കുമ്പോ, ഇതുപോലെ അശ്ലീലങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വരുമ്പോ പോലീസ് മിണ്ടാതിരിക്കുകയാണെങ്കിൽ വീണ്ടും അത് കൂടും. അപ്പൊ സ്വാഭാവികമായും ഇതൊരു തുടർ നടപടി, ഒരു നടപടിക്രമം, ഒരു സംസ്കാര ക്രമം ദൃശ്യമാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഉണ്ടാക്കി വരണം. ഇപ്പൊ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് ഈ ഹണി റോസിന്റെ വിഷയത്തിൽ തുടങ്ങി ഹണി റോസിന്റെ വിഷയത്തിൽ അവസാനിക്കേണ്ട ഒരു വിഷയമല്ല. ഈ ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയം പറയുകയാണെങ്കിൽ, അദ്ദേഹം പതിറ്റാണ്ടുകളായി കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളെയും കേരളത്തിലെ മുഖ്യധാര പത്രമാധ്യമങ്ങളെയും ഒക്കെ വിലക്കെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു വ്യാജ ബിംബ നിർമ്മിതി നടത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം, അദ്ദേഹത്തിന്റെ വ്യവസായ സാമ്രാജ്യം വികസിപ്പിക്കുന്നതിന് വേണ്ടി. ആ വ്യാജ ബിംബ നിർമ്മിതിക്ക് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും കൂട്ടുനിന്നു. അതിന്റെ പടിപടിയായ അശ്ലീല ഉയർച്ചയാണ് അയാളെ നമ്മൾ കണ്ടത്. ഇപ്പൊ എന്ത് ചെയ്താലും എനിക്കിതൊരു നടപടി. ഇപ്പൊ 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇപ്പൊ VS പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് 2015 അദ്ദേഹം എഴുതിക്കൊണ്ടുവന്ന് വാക്കാൽ പറയുകയല്ല, എഴുതിക്കൊണ്ടുവന്ന് മാധ്യമങ്ങൾക്ക് കൊടുത്തതായിരുന്നു 2000 കോടിയുടെ സാമ്പത്തിക അഴിമതി ഈ ബോബി ചെമ്മണ്ണൂർ നടത്തിയതായിട്ട്. അപ്പൊ അദ്ദേഹം നടത്തുന്ന വാർത്താ സമ്മേളനം ബോബി ചെമ്മണ്ണൂരിലെത്തിയപ്പോൾ ലൈവ് നിർത്തിയ ദൃശ്യമാധ്യമങ്ങളാണ് കേരളത്തിലുള്ളത്. എനിക്കറിയാം, ഞാനന്ന് ബ്ലോഗിങ്ങിലൊക്കെ വളരെ സജീവമായിരുന്ന കാലത്ത് ഞാൻ അന്ന് രാത്രി ആ ലൈവ് അവിടെ കട്ട് ചെയ്ത് അവസാനിപ്പിച്ചത് കണ്ടപ്പോൾ അന്ന് ബ്ലോഗ് എഴുതിയ ആളാണ് ഞാൻ. എനിക്കത് കൃത്യമായി ഓർമ്മയുണ്ട്. അപ്പൊ ദൃശ്യമാധ്യമങ്ങൾ പരസ്യം നൽകുന്ന ആളുകളോട് ദൃശ്യമാധ്യമങ്ങൾക്ക് ഇതുപോലുള്ള വിധേയത്വം ഉണ്ടാകേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പൊ സ്പോൺസർമാരോടും സാമ്പത്തികമായി സഹായിക്കുന്ന ആളുകളോടും ഒക്കെ ഒരു ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആദരവിനും ബഹുമാനത്തിനും ഒക്കെ ഒരു ലിമിറ്റ് വേണം. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ചുള്ള പതിറ്റാണ്ടുകളായിട്ടുള്ള ഈ വാർത്തകളൊക്കെ ഇദ്ദേഹത്തിന്റെ പണത്തിന്റെ സ്വാധീനത്തിൽ, ഇദ്ദേഹം നൽകുന്ന പരസ്യത്തിന്റെ സ്വാധീനത്തിൽ മാധ്യമങ്ങൾ മുക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ മുക്കിക്കൊണ്ടിരുന്ന് ഇനി എന്നെ കുറിച്ച് എന്ത് വന്നാലും ഒരു മാധ്യമവും പ്രസിദ്ധീകരിക്കില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടാണ് ഇത്ര പരസ്യമായി അവഹേളനങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു പരസ്യമായ ഒരു വീഡിയോ കേരള സ്റ്റേറ്റിന്റെ ഇന്റലിജൻസ് ADGP ഓഫീസിൽ നിന്നാണ് വിവരാവകാശ നിയമപ്രകാരം ഒരു വെബ് ചാനൽ കരസ്ഥമാക്കി. 2016 തോന്നുന്നു. അന്ന് ഞാൻ അതിനെ കുറിച്ച് ഒരു ബ്ലോഗ് എഴുതിയത് എനിക്ക് ഓർമ്മയുണ്ട്. 2016 വിവരാവകാശ നിയമപ്രകാരം ഇന്റലിജൻസ് ADGPയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച ഒരു വീഡിയോ, ഒരു പെണ്ണിന്റെ പരാതിയാണത്. അവൾ ഒരു ഒളിക്യാമറ വെച്ച് പിടിച്ചതാണ്.
ഇദ്ദേഹം നടത്തുന്ന ലൈംഗികാതിക്രമങ്ങൾക്കെതിരെ അവൾ പ്രതികരിക്കുകയും ആ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, ഞാൻ പെണ്ണും പിടിക്കും, ഞാൻ ചാരിറ്റി നടത്തും, പൊതുജനം അറിഞ്ഞാലും എനിക്കതൊരു വിഷയമല്ല എന്ന്. ആ വീഡിയോ ഒരു വെബ് ചാനലിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് ഒരു പത്രമാധ്യമം ഒരു ദൃശ്യമാധ്യമം അത് വാർത്തയാക്കില്ല. അപ്പൊ ഇയാൾക്കറിയാം ഞാൻ എന്ത് പറഞ്ഞാലും എന്ത് തമ്മാടിത്തരം കാണിച്ചാലും ഇതൊന്നും വാർത്തയാക്കാൻ പോകുന്നില്ല. എന്റെ പണത്തിന് മുന്നിൽ വീണ് കിടക്കുന്ന കമഴ്ന്ന് വീണ് കിടക്കുന്ന മാധ്യമങ്ങളാണ് കേരളത്തിലുള്ളത് എന്ന് അയാൾ മനസ്സിലാക്കി. പക്ഷേ എനിക്ക് ഹണി റോസിനോടുള്ള ബഹുമാനമുള്ളത്, പണം സംസാരിക്കുമ്പോൾ സത്യം മൗനം പാലിക്കുമെന്ന ആ പഴമൊഴി തിരുത്തി അദ്ദേഹത്തിനെതിരെ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് വരാൻ അവർ വന്നു. സോഷ്യൽ മീഡിയ അവർക്ക് പിന്തുണ കൊടുത്തു. അപ്പൊ ഈ ഒരു വ്യാജബിംബക്കാരനെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു. ഇദ്ദേഹം എന്തൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ചാരിറ്റിയുടെ പേര് ഇത് ഒരു ബ്ലഡ് ബാങ്ക് നടത്തിയല്ലോ. കേരളത്തിലെ എത്ര മാധ്യമങ്ങളും ഓഭിമാനങ്ങളുമായി ഇദ്ദേഹത്തിന്റെ മാരത്തോൺ ഓട്ടായിരുന്നു, ദ ലോങ്സ്റ്റ് മാരത്തോൺ ഇൻ ദ വേൾഡ്. അതായത് ലൈംഗികാതിക്രമത്തിലേക്ക് എത്തുന്ന ദ്വയാർത്ഥ പ്രയോഗം തൊട്ട് വളരെ ഇത് ചെറുതൊന്നുമില്ല, പക്ഷേ ഇതൊരു വെറും തമാശയല്ലേ എന്ന് പറയുന്ന ദ്വയാർത്ഥ പ്രയോഗം ഈ ഒരു പക്ഷേ ഈ മലയാളി കൂട്ടായ്മകളിലൊക്കെ ഇരുന്ന് പറയുന്ന അത്തരം പൊതു ഇടങ്ങളിൽ പോലും ദ്വയാർത്ഥ പ്രയോഗത്തിന് മുന്നിൽ വന്ന് പെടുന്ന സ്ത്രീകൾ, പെൺകുട്ടികളുടെ ഒരു മാനസികാവസ്ഥയുണ്ട്. അതൊക്കെ അങ്ങനത്തെ അവസരത്തിൽ കൂടെ പോകുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അത് ഒരുവിധം സ്ഥാപനങ്ങളിലുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷനിലുണ്ട്, സംവിധാനങ്ങളിലുണ്ട്, സംഘടനകളിലൊക്കെ തന്നെയുണ്ട്. ആദ്യം പറഞ്ഞത് തൊട്ട് ഇവിടെ വരെ ഇത് രണ്ടും ഒരേ ക്രൈമാണോ? ഇത് രണ്ടും ഒരേ ക്രൈമാണ് എന്ന് മലയാളി മനസ്സിലാകുമോ? ഇത് രണ്ടിനും ഒരേ ശിക്ഷയാണ് നൽകുന്നതെന്ന് മലയാളി മനസ്സിലാകുമോ എന്നുള്ളതാണ്. ഇത് മനസ്സിലാകാത്തിടത്തോളം മറ്റൊന്നും ഇവിടെ നടക്കുന്നില്ലല്ലോ, ഇത് വെറും ഒരു വാക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവസാനിക്കില്ലേ? അപ്പോൾ ഇതൊക്കെ വീണ്ടും ആവർത്തിക്കില്ലേ? അതെ, ക്രൈമിനനുസരിച്ച ശിക്ഷ കൊടുക്കുക തന്നെ വേണം. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇനി ഏതെങ്കിലും ഒരു ചാനലിലെ റിപ്പോർട്ടർ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗം, ഇപ്പൊ യുവജനോത്സവത്തിൽ ഒരു കുട്ടിക്കെതിരെ നടത്തി, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല. ഞാൻ ഇന്നിപ്പോ സൗദി അറേബ്യയിൽ ജിദ്ദയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. ഇപ്പൊ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഞാനിവിടെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതിനിടയിൽ ഇന്നത്തെ സംഭവവികാസങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുത്ത ഒരു കൊച്ചുകുട്ടിയോട് വളരെ അശ്ലീലം കലർന്ന രൂപത്തിൽ സംസാരിക്കുകയും പരിപാടി അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ പൊതുമധ്യത്തിൽ നിന്ന്, ഒരു പബ്ലിക് സ്പേസിൽ നിന്ന് ഇത്തരം പ്രയോഗങ്ങളും ഇത്തരം പരിപാടികളൊക്കെ മാറ്റപ്പെടണമെന്നൊരു സന്ദേശം ജനങ്ങളിലേക്ക് പോകണം. കൃത്യമായ നിയമ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടായേ തീരും. ഇപ്പൊ അത് ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയത്തിലായിരുന്നാലും വേണ്ടില്ല, ഏതെങ്കിലും മാധ്യമങ്ങളുടെ വിഷയത്തിലായിരുന്നാലും വേണ്ടില്ല, ഈ സോഷ്യൽ മീഡിയ ആകട്ടെ, ഈ ചാനലുകളാകട്ടെ, ഇതൊക്കെ പബ്ലിക് പ്ലേസ് ആണ്. ഞാൻ തിരികെത്താം, ദയവായി തുടരുക. ശ്രീ ബഷീർ വളിക്കുന്ന്, ശ്രീ ജോർജ് ജോസഫ്.